ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്യാസ് സിലിണ്ടർ സ്റ്റൗവായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എങ്കിലും ഞാൻ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഈ അടപ്പിൻ്റെ മുകളിലിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്, അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ അടപ്പ് ഇളക്കുന്നതാണ്. ഈ വള്ളി പിടിച്ച് ചില നേരത്ത് വലിച്ചാൽ പെട്ടെന്ന് തന്നെ ഊരി വരും, അല്ലെങ്കിൽ രണ്ട് കൈയും വെച്ച് ഇങ്ങനെ എടുക്കാം. ഒരുപാട് വിലയൊന്നും കൊടുക്കണ്ട, പെട്ടെന്ന് തന്നെ അത് ഊരി വരും. പിന്നെ ഓണായിരിക്കുന്ന ഈ സാധനത്തിനെ ഓഫാക്കിയിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ആക്ച്വലി ഇതിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ് ഞാൻ സാധനമെന്ന് പറഞ്ഞത്. ഞാൻ കൈ വെച്ച് കാണിക്കുന്നില്ലേ, ആ രീതിയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. എല്ലാവരും ഇങ്ങനെയാണോ വെച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പിന്നെ നമുക്ക് ഓഫായി ഇരിക്കുന്ന ഈ സാധനം ഒന്നുകൂടെ ഓണാക്കിയിട്ട് സ്മെല്ലൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് വെക്കാം. ഞാൻ ഇത് സെറ്റാക്കാൻ പഠിച്ചത് യൂട്യൂബ് നോക്കിയാണ്, അതുകൊണ്ടാണ് ഞാനും ഇതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാൽ. പിന്നെ ഈസി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാഗി ഇല്ലായിരുന്നു, മാഗി ഉണ്ടായിരുന്നെങ്കിൽ അതേ ഉണ്ടാക്കുള്ളായിരുന്നു. അതില്ലാത്ത പക്ഷം നമുക്ക് കൂരുവ് കാച്ചി കുടിക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ശർക്കര ഇട്ട് നന്നായിട്ടൊന്ന് ലയിപ്പിച്ചിട്ട് റാഗി പൗഡർ എനിക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും വീത്തി നന്നായിട്ട് കുറുക്കി എടുക്കുന്നുണ്ട്. ആക്ച്വലി ഇതല്ല ഇതുണ്ടാക്കുന്ന കറക്റ്റ് വേ. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അങ്ങനെ നന്നായിട്ട് കാച്ചി കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കാം. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, എങ്കിലും ഈ സാധനം നല്ല ഹെൽത്തിയാണ്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.